So this morning we're going to start reading 1 Samuel chapter 6, verse 1 and 2. Verses 1 and 2, 1 Samuel 6, 1 and 2. ഒന്ന് ശമൂവേൽ പുസ്തകം 6-ാം അധ്യായം 1-ഉം 2-ഉം ഇങ്ങനെ വായിക്കുന്നു. Let me read in English. Now the ark of the Lord was in the country of Philistines 7 months, and the Philistines called for the priests and the diviners, saying, "What shall we do with the ark of the Lord?" യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്തായിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി, നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു? So the question is, what shall we do with the ark of God? യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ കാണുന്നത്. I think it is very important to kind of know a little bit about the ark of God, little bit details about the ark of God. യഹോവയുടെ പെട്ടകത്തെ പറ്റി ആഴമായി ഒന്ന് അറിയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. And I know some of you have a very good knowledge about it, and especially this book. The message will be pretty simple in many times. So I request that in the simplicity we do not lose what the message God has to tell us. യഹോവയുടെ പെട്ടകത്തെ പറ്റി നിങ്ങൾക്ക് ആഴമായി അറിയാവുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിലും ഇതിനകത്തുള്ള ചെറിയ ദൂതെങ്കിലും ആ ദൂത് നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധയോടെ ഇതിനകത്തായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. So we see more about the ark of God in the book of Exodus chapter 25. പുറപ്പാടിന്റെ പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ പെട്ടകത്തെ പറ്റി ആഴമായി അതിനകത്ത് പറയുന്നുണ്ടല്ലോ. Especially verses 10 onwards, it says how to construct the ark of God. 25-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And I'm not going to go into the details of the wood or the gold or the making of the size of it, but there is one important thing that I want to point out. അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയെന്നോ ഏത് വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയെന്നോ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ അതിനകത്തുനിന്ന് എടുത്തു പറയാം. The top of the ark was called the mercy seat. കൃപാസനം എന്നുള്ള ഒരു പദത്തെ ഒരു ഇടത്തെ പറ്റി അതിന്റെ ആർക്കിന് മേലുള്ള പറയുന്നുണ്ട്. And there are two cherubims facing face to face over there. മുഖത്തോടെ കെരൂബുകൾ അവിടെയും ചെയ്തിരിക്കുന്നതായി കാണുന്നു. And the God said, I will come in the midst of that one, on that mercy seat. That's where I will speak to the people. കൃപാസനത്തിന്റെ മുകളിലേക്ക് ഞാൻ അവിടേക്ക് ഇറങ്ങുമെന്ന് ദൈവം പറയുന്നു. Chapter 25 verse 22 very clearly says, I will come there and instruct, give all the commands for the people of God. സാക്ഷ്യപെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. I mean, that's not all coming about the 10 commandments, because that's already given. This is talking about the commands God has to give unto the instructions people will have to God will have to give to the people on a daily basis or weekly basis. 10 കൽപ്പനകളെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഓരോ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ യഹോവയായ ദൈവം അവിടെ നിന്നാണ് നൽകുന്നത്. So the ark, the mercy seat, is where the presence of God comes. ആ കൃപാസനത്തിന്റെ മുകളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു പറയുന്നു. Now let's see what is inside of this ark of God. എന്താണ് പെട്ടകത്തിനകത്തേക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. Let's turn our attention to book of Hebrews chapter 9 verse 4. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, and we see that let me read it, which had the golden censer, and it's talking about the sanctuary or then it's talking about the next is the ark of the covenant overlaid on all sides with gold, in which were number 1 the golden pot that had the manna, Aaron's rod that budded, and the tablets of the covenant. 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പൊന്നുകൊണ്ട് പൊതിഞ്ഞ നിയമപ്പെട്ടം, അതിനകത്ത് മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറയുന്നത്. Amen, praise God. So this is the ark of God, is a box, and then the mercy seat, the cherubim is there, and that's where the God's presence come. But
inside of that one, there are three important things are kept. പെട്ടകമുണ്ട്. പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇതിനകത്തേക്ക് മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. The first, the tablets, the 10 commandments that that tablets is kept in this ark. കൽപ്പലകൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. And why is it is kept there? എന്തുകൊണ്ടാണ് പെട്ടകത്തിനകത്ത് ഇത് വെച്ചിരിക്കുന്നത്? Because this ark is kept for a long time for the coming generation, and the people need to know what is inside. They get some message out of that one. തലമുറകളായി കടന്നു വരുന്ന തലമുറകൾക്ക് അറിയണം എന്താണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്, ഇതിനകത്ത് വെച്ചിരിക്കുന്ന അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. So the people need to know the compassionate God gave them commandments. സർവശക്തനായ ദയുള്ള ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളാണെന്ന് ജനം അറിയണം. And several months ago when I was talking to you about from the book of Exodus, I said the 10 commandments, it is not just a law, it was the grace of God that God gave the 10 commandments. ഒരു നിയമമായിട്ടല്ല, അത് ദൈവത്തിന്റെ ഒരു ഗ്രേസ് ആയിട്ട് ഒരു മഹത്വമായിട്ടാണ് അത് അവർക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. Out of his mercy and grace he said, these are the instructions, these are the commandments you follow so that you can have a fellowship with me. കരുണാകൃപ നിറഞ്ഞവനായ ദൈവം ഇത് നിങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് എന്നുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്നു. This is the way that I am going to work with you. This is the way I am going to take you in your journey, and you need to follow this thing. നിങ്ങൾ മുമ്പോട്ടുള്ള യാത്രയിൽ ഇതിൽ കൂടിയാണ് ഞാൻ നിങ്ങളെ നടത്തുവാൻ പോകുന്നതെന്ന് പറയുന്നു. I mean, he was talking about how to live a separated and holy life. എങ്ങനെയാണ് ഒരു വേർപെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്ന് ഇതിൽ കൂടി കാണിക്കുന്നു. And that's the 10 commandments. അതാണ് 10 കൽപ്പനകൾ കൂടി നാം ഉദ്ദേശിക്കുന്നത്. And that's written there and it is kept there in the ark. അത് എഴുതി വെച്ച് പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. Then there is jar of manna. അതിനിട്ട് ഇട്ട് വെച്ച പൊൻപാത്രവും മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും കാണുന്നു. Why is it kept there? എന്തുകൊണ്ടാണ് ആ പാത്രം അതിനകത്ത് വെച്ചിരിക്കുന്നത്? Because if the people there, many decades later, the children of Israel, when they travel with this ark, the kids, the younger generation will say, what is in that box? തലമുറകളായി കടന്നു വരുമ്പോൾ അവിടെ യാത്രയില് അവരുടെ കുഞ്ഞുങ്ങൾ ചോദിക്കും എന്താണ് അതിനകത്ത് വെച്ചിരുന്നത് ചോദിക്കും. And that's the time the older generation can say this one, it has 10 commandments and it has a jar of manna. അത് അന്നേരമാണ് പുരാതന പിതാക്കന്മാർ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കും അത് 10 കൽപ്പനകളാണ്, അത് മന്നയിട്ട പാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കും. And the manna, everybody know that every day they got the manna from heaven. ആ സ്വർഗ്ഗത്തിൽ നിന്ന് മന്ന ഇട്ട് കൊടുത്തു നമ്മൾ എല്ലാ ദിവസവും കൊടുത്തു നാം വായിച്ചതാണല്ലോ. So it is easy to say it is the provision of God in their life that God, they didn't do anything, they just got it and they all had to enjoy it. അവരൊന്നും ചെയ്യാതെ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത ആഹാരം അത് കഴിച്ചവര് സന്തോഷത്തോടെ നിന്നൊരു ദിനം. But the uniqueness of it is that after the end of the day they cannot have anything left over because that will destroy. സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മന്ന ഒരു ദിവസത്തേക്കല്ലാതെ മറ്റൊരു ദിവസത്തേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നൊരു പ്രത്യേകത അതിനുണ്ട്. I mean, only one exception was the Sabbath day, but mostly it is for the daily thing. അത് ദൈനംദിനത്തിലേക്ക് മാത്രമുള്ള ഒരു ആഹാരമായിട്ടാണ് അവർ സൂക്ഷിച്ചിരുന്നത്. It will decay by itself after that time period. ഒരു സമയം കഴിയുമ്പോൾ അത് ജീർണിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. Because the manna over there, when God said, he put an expiration date, a time for that one, and he cannot go past that one. സ്വർഗ്ഗത്തിൽ നിന്ന് പകർന്നു കൊടുക്കുമ്പോൾ അതൊരു സമയം കഴിയുമ്പോഴത്തേക്ക് അത് എക്സ്പയർ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. But there is a jar there, it has a manna in it. എന്നാൽ ഈ മന്ന ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പൊൻപാത്രത്തെ പറ്റി ഇവിടെ പറയുന്നു. I mean, the manna for decades and decades and decades is there, it is not decaying. ദശകങ്ങളായി വർഷങ്ങളായി അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന മന്ന അത് ഒരിക്കലും ഒരു കുഴപ്പവും ജീർണിച്ച അവസ്ഥയിൽ അല്ലാത്തൊരു രീതിയിലാണ് കാണുന്നത്. The God who said the manna that I'm going to give it to you will have less than 24 hours. The same God said the manna in the ark will last forever. ഒരു ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്ന മന്ന ജീർണിച്ചു പോകുന്നുവെങ്കിൽ ഈ പൊൻപാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മന്ന ജീർണിച്ചു പോകുകയില്ല എന്ന് ദൈവം വിളിച്ചു പറയുന്നു. Child of God, there is a message from there. ഇവിടെ ഒരു ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ സഹോദരങ്ങളെ. Something God gives you temporary, it may have a life, it has a period there. താൽക്കാലികമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരുന്നത് താൽക്കാലികമായി അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. But the same God can make the very
very same thing permanent in your അതേ life. ദൈവത്തിന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതൊരു പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ He ചെയ്യാൻ has the കഴിയും. control on it. That's what it means. അതിന്റെ മേൽ ഒരു സകല നിയന്ത്രണവും ഉണ്ട് എന്ന്. If the God give you a blessing for a day, and He can give the blessing for 40 years or 100 years. ഒരു ദിവസത്തേക്ക് അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തരാം, 40 വർഷത്തേക്കായിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അനുഗ്രഹം നിങ്ങളുടെ ദൈവത്തേക്ക് തരാൻ കഴിയും. That's why our God is an awesome God. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. Because His word has the power to determine the period in your life. സ്വർഗ്ഗത്തിലെ വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്, അത് തീരുമാനിക്കും അത് എത്രമാത്രം പോകണമെന്ന്. Sometimes we get worried about something. ചില കാര്യങ്ങളെ ഓർത്ത് നമ്മൾ Am I going to have this job for another 10 years or another 2 years? ഞാൻ എങ്ങനെ ഈ ജോലിയുമായി 2 വർഷം എങ്ങനെ നീട്ടും, എങ്ങനെ 10 വർഷം? Lord, everybody getting laid off. What about me? എല്ലാവരും ദൈവമേ ലേ ഓഫ് ചെയ്തല്ലോ, പിരിച്ചുവിട്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും? But if my God said that we will have 10 years or 50 years, nobody can change that. 10-20 വർഷത്തേക്ക് നിങ്ങൾക്ക് തന്നൊരു ജോലിയാണെങ്കിൽ അതിനകത്ത് തൊടുവാൻ ഒരുവനും കഴിയത്തില്ല. Praise God. Amen. Sometimes God has temporary time period. Sometimes He will have a longer time period. It is all in His control. ആമേൻ. അവന്റെ നിയന്ത്രണത്തിലാണ് സകലതുമായിരിക്കുന്നത്. ചിലത് താൽക്കാലിക സമയത്തേക്കായിരിക്കാം, എന്നതോ ചിലതോ അത് മുക്തമായി പെർമനന്റ് ആയിട്ട് നിങ്ങൾ Holy Spirit of God is discerning some hearts and minds. ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തെ തിരിച്ചറിയുന്ന ദൈവം. Amen. You are worried about the things. ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ചിന്താകുലരായി. How this is going to be, whether this will last forever, or so many things. പല കാര്യങ്ങൾ ഇത് എങ്ങനെ ഞാൻ കൊണ്ടു നടക്കും, ഇത് നിലനിൽക്കുമോ എന്നുള്ള ചിന്താഭാരത്തോടായിരിക്കുന്നു. But my God said this the manna that is in jar will have to last forever. ആമേൻ. ഇവിടെ മണ്ണായിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം ഇത് താൽക്കാലികമല്ല, അതൊരു പെർമനന്റ് ആയിട്ട് തന്നെ ആയിരിക്കുന്നു. Amen. So it's not only the provision, it is the authoritative word of God that has the power. That is what it says. കൊടുക്കുക മാത്രമല്ല, കൊടുത്തിരിക്കുന്നതിന് പിന്നിലുള്ള ആ വേർഡിന്, ആ വചനത്തിന് അതിൻ്റെതായ അധികാരമുണ്ടെന്ന് ഇതിനകത്തൂടെ കാണിക്കുന്നു. Then the third item in it is Aaron's budded rod. What that means? മൂന്നാമതായി കാണിക്കുന്ന അഹരോന്റെ തളിർത്ത വടിയും. Amen. It is many aspects of it is. Let me point out a few things. പല തലത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ ചില കാര്യങ്ങളെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. In Numbers chapter 17 we see the details of that one. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 16 and 17, what happened is the initially a group of people kind of rebelled against Moses and Aaron. ആരോനും അഹരോനും മോശയ്ക്കും എതിരായി ചില ആൾക്കാർ എഴുന്നേറ്റപ്പോൾ And then the earth opened up and swallowed them, and all of these things happened. You know that. സ്വർഗ്ഗം തുറന്നവരെ വിഴുങ്ങിക്കളയുന്നതെല്ലാം നാം വായിച്ചതാണല്ലോ. And after that the people were again complaining about and said, Moses and Aaron, why did you do that? Well, is not God only talking to you? God talked to all of us, so you don't need to be acting this way. ഇങ്ങനെ വേണ്ട, നിങ്ങളോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കത്തില്ലേ, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ അവർ പറയുന്നു. So God said, the Aaron and Moses fell in front of the God, and that's what it says. They fell at the feet of God and said, what shall we do? ഇതിനുശേഷം ദൈവസന്നിധിയിൽ അഹരോനും മോശയും തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. So God said, I will solve the problem. All you have to do is call all the people and say every tribe will have to bring one dry staff. എല്ലാ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെയും കൊണ്ടുവരണമെന്ന് പറയുന്നു. Every tribal leader will have to bring a staff, a rod that is a dry staff. ഒരു ഉണങ്ങിയ വടി ഓരോ ഗോത്രത്തിൽ നിന്നും കൊണ്ടുവരണമെന്ന് പറയുന്നു. And then everybody will have to write the names of their names on the road. ആ വടിയിൽ മേലെ അവരുടെ ഗോത്രത്തിന്റെ പേര് എഴുതണമെന്ന് പറയുന്നു. And the Aaron's name will have to be write on the ones that of the Levite tribe. ലേവി ഗോത്രം കൊണ്ടുവരുന്ന വടിയുടെ മുകളിൽ അഹരോന്റെ പേര് എഴുതണമെന്ന് പറയുന്നു. And said everybody once they bring it, and they did it, and Aaron took Moses took all of that one and put it by the tabernacle. അതൊക്കെ എല്ലാ വടിയും കൊണ്ടുവന്നത് മോശെ അതെല്ലാം എടുത്തിട്ട് ആ നിയമസമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. And it's a very interesting, I hope let's look at that one. It's chapter 17. We see something very unique over there. ആ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില പ്രത്യേകതകൾ നമ്മൾ അതിനകത്തൂടെ കാണാൻ കഴിയും. And everybody brought their thing, and when he put it on verse 8 to be read like this. ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. The next day Moses went to the tabernacle. അവിടെ പിറ്റേന്നാൾ മോശെ ആ സാക്ഷ്യ കൂടാരത്തിൽ എത്തിയപ്പോൾ
So that's the very next day. അടുത്ത ദിവസം തന്നെയാണ് അത് സംഭവിക്കുന്നത്. And he went to the tabernacle. ആ സാക്ഷ്യ കൂടാരത്തിലേക്ക് എത്തുമ്പോൾ And he says, the rod of Aaron of the house of Levi has sprouted and put forth buds and has produced blossoms and yielded ripe almond. ആമേൻ. ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. I am not talking about there is one side of it is, but here it's so amazing that if we can believe it, a dry stick that put it over there, and it took less than 24 hours, just 24 hours. It got life, it got blossom, and it produced fruit. And the most amazing thing about it is, just it's not it ripe almonds. That means what it usually take a season to ripe. It's ripe all that happened within a day. ആമേൻ. 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് അഹരോന്റെ വടി അത് ജീവനുള്ളതായി കണ്ടത്, അത് തളിർത്തതായി കണ്ടത്, ബദാം ഫലം കായ്ച്ചിരിക്കുന്നതായിട്ടും കണ്ടത്. Amen. And then God said, the reason I did is bring Aaron's rod back, and he said, this is the way that I prove that whoever I called, I mean, to show the people that whether I called Aaron or not. ഞാൻ ഇത് യഹോവ പറയുന്നു, ഞാൻ ഇത് മറ്റുള്ള ജനത്തെ കാണിച്ചിട്ടുണ്ട്, ഇതുമൂലമാണ് ഞാൻ അഹരോനെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. God said, I will answer their question by this thing. ഞാൻ ഇതിൽ കൂടിയാണ് അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്നത്. Child of God, there is two aspects over here. രണ്ട് തലത്തിൽ നമുക്ക് ചിന്തിക്കാം സഹോദരങ്ങളെ. I mean, you may have a ministry and you probably sometimes may be challenged about your ministry. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ശുശ്രൂഷ ഉണ്ടാകും, അതിന് മുന്നിൽ ചില വെല്ലുവിളികളും ഉണ്ടാകാം. I mean, it may be within the church or it may be outside of the church. ഒരുപക്ഷെ സഭയ്ക്കകത്തായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരിൽ നിന്നായിരിക്കാം. Amen. Praise God. But when that happens, there is one thing that we need to be sure that if there is a calling upon your life, if there is an anointing upon your life, if God is the one called you for the ministry, it is His responsibility to stand up with you. നിങ്ങളുടെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ അതിന്റെ പിന്നിൽ ഒരു വിളി ഉണ്ടെങ്കിൽ, ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസ്ഥാനത്തിൽ ഉറപ്പോടെ തന്നെ നിൽക്കണം. I mean, we don't have to get so much ulcer in our stomach and swallow all kinds of pills about it. I mean, I know naturally we might get upset, but I just want to assure you something, that if God is the one gave you the ministry, it is up to Him to stand up for you. അവൻ വേദനയോടെ നിങ്ങളുടെ ഉള്ളിൽ വേദനയോടെ ഉൾഭാരത്തോടു കൂടി ആയിരിക്കേണ്ട ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിന് അറിയാം നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ. I mean, 24 hours. 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് The second aspect of it. ആ രണ്ടാം കാര്യം നടക്കുന്നത്. This was a dry stick. ഇതൊരു ഉണങ്ങിയ വടിയല്ലേ. I mean, for everybody, the hope of that is gone. അവിടെ ആയിരിക്കുന്ന പലരുടെയും പ്രത്യാശ നശിക്കുന്ന തരത്തിലായി പോയില്ലേ. I mean, because when you look at the rod, what can you expect from it? ആ വടികളെ നോക്കുമ്പോൾ എന്ത് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? I mean, it's dry and it's gone, the strength is gone. അവൻ അവിടെ ആയിരിക്കുന്ന വടികളെല്ലാം ഉണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ. But within 24 hours, my God can, bring life into it. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ദൈവത്തിന് ജീവൻ വെപ്പിക്കാൻ കഴിയുന്നു. Within 24 hours, He can bring blossom to that one. അതിനകത്ത് പൂക്കുവാൻ തക്കണ 24 മണിക്കൂറിനകം. Within 24 hours, He can bring a fruit into it. ചില ഫലങ്ങളെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന്. Within 24 hours, He can ripen that one. അതിനകത്തുനിന്ന് ചില ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. This morning, that is a message for somebody here. ഈ പ്രഭാതത്തിൽ ഇതാണ് ദൂതായി എന്ന് ഇവിടെ ആയിരിക്കുന്ന ചിലർ. It may be something that you think it is beyond hope, beyond right, beyond life. Hallelujah. ജീവിതത്തിനപ്പുറമായി ഉണങ്ങിയ അവസ്ഥകൾക്കപ്പുറം പ്രത്യാശയ്ക്കപ്പുറമായിട്ട് ചില അവസ്ഥകളൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. You might think from this nothing is going to happen. ഇതിൽ നിന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, But the word of God this morning we sang together. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ പാടിയതല്ലേ. Jesus, your name is miracle. അത്ഭുതകരമായ ഒരു നാമമല്ലേ യേശുവിന്റെ നാമം. If we believe it, നിങ്ങൾ ആഴമായി വിശ്വസിച്ചു
വിശ്വസിക്കുന്നെങ്കിൽ Amen. He can blossom something out of nothing. ഒന്നുമില്ലാത്തതിനെ ചിലതിനെ ഉളവാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ്. Child of God, you might look at your body and say, it is dying and it's going down. എന്റെ ശരീരം നശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ഒന്നും സംഭവിക്കുന്നില്ലോ എന്ന് നിങ്ങൾ But this പറയുന്നെങ്കിൽ morning with is the word of God. Amen. He can bring a life into it. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു ചില പുതു ജീവൻ അതിനകത്തുനിന്ന് പുറപ്പെടാൻ He പോവുകയാണ്. can bring healing into it. അതിനകത്ത് ചില വിടുതലുകൾ നടക്കാൻ പോവുകയാണ്. Amen. Something that is dry, He can make it flower, blossom this morning. അതിനകത്തുനിന്ന് ചില ജീവൻ പുറപ്പെട്ടു വരുവാൻ പോവുകയാണ്. It will happen. അത് സംഭവിക്കുക തന്നെ ചെയ്യും. Amen. Because God is God. അതാണ് ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. Amen. He doesn't need anybody's help. മറ്റുള്ളവരുടെ സഹായം സർവശക്തനായ ദൈവത്തിന് വേണ്ട. He single-handedly with His word. Amen. It happened. ഒറ്റ വചനത്താൽ ഒരു കയ്യാൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് സർവശക്തനായ ദൈവം. So don't worry about it. Amen. Hallelujah. This morning, if you are here, you walked into this place and said, Lord, how long I have been praying, but as I pray more and more, I see the condition getting worse and worse. യഹോവയെ എത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ സാഹചര്യങ്ങൾ ദൈനംദിനമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. Amen. Lord, I see only a dry sick. ഞാൻ എപ്പോ നോക്കുമ്പോഴും ഉണങ്ങി വരേണ്ട ദേശമാണല്ലോ കാണുന്നത്. Amen. But this morning, God can do wonderful things. ഇന്ന് പ്രഭാതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. Lord, He doesn't need too long. He just need within 24 hours. അവര് ഒത്തിരി ദിവസം വേണ്ട, 24 മണിക്കൂറിനുള്ളിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ദൈവം. That's why all these things are in the ark. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ പെട്ടകത്തിനകത്തേക്കായിരിക്കുന്നത്. The future generation need to know. മുമ്പിലുള്ള തലമുറകൾ തിരിച്ചറിയണം. Hallelujah, glory to God. Amen, glory. Yes, amen, amen, amen. Yes, Lord. Yes, Lord. Yes, the generation need to know what. ഈ തലമുറകൾ എന്താണെന്ന് ആഴമായി തിരിച്ചറിയണം. Hallelujah, glory to God. One time, amen, we have to say, when our fathers, they didn't have anything. They were short of things. They didn't have so much opportunity, but the God provided for them. നമ്മുടെ പിതാക്കന്മാർ പറയും, ഒന്നുമില്ലാത്ത അവസ്ഥയില്ല, ഒന്നുമില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു സാക്ഷ്യം. Every parents should have some memorial in our houses that our young generation can see and say, amen, oh, your parents didn't have something, amen, they didn't have many things, but the God provided. നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന നമ്മുടെ ഭവനത്തില് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ തലമുറകളോട് വിളിച്ചു പറയണ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നുമില്ലാത്ത ഇടത്തു നിന്ന് ഇവിടേക്ക് ദൈവം വിളിച്ചുകൊണ്ട് വന്നു, ഇത്രത്തോളം അനുഗ്രഹം തന്നു എന്ന് നിങ്ങൾ സാക്ഷ്യമായി അവരോട് വിളിച്ചു പറയുന്നു. Amen. They need to know. അവർ തിരിച്ചറിയ, അവർ അറിഞ്ഞിരിക്കുക തന്നെ വേണം. Because they don't know the God, because they have the fridge today, they have the treasure today, they have the bank, they can depend on their parents, but there was a time for these parents, oh, they had to look unto the heavens. ഇന്ന് കാണുന്ന സൗകര്യങ്ങളുണ്ട്, അവർക്ക് കഴിക്കുവാൻ ആഹാരങ്ങളുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എന്നാൽ വിളിച്ചു പറയണം, അവർ തിരിച്ചറിയണം, ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്, ഒന്നുമില്ലാത്ത ഇടത്തുനിന്നാണ് ഇത്രത്തോളം യഹോവ കൊണ്ടുവന്നെന്ന് പറയണം. Amen. Our young generation need to know something. യുവതലമുറകൾ ചില കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. Some of the parents who came into this country, ഈ രാജ്യത്തിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ചില മാതാപിതാക്കളെ, not even here, some of the parents of hallelujah, over their life. അപ്പൊ ഇവിടെ ആയിരിക്കുന്ന ചില അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്, there were days that there are, amen, take the father, amen, he may be hitting the bed to sleep, everybody may be sleeping. There are days for some of the parents, some of the fathers here, hallelujah, they didn't know how tomorrow is going to be, and their tears rolled down to the pillow, and only heaven saw, nobody else saw it. തലമുറകളുമായി കടന്നു വരുന്നിടത്ത്, മാതാപിതാക്കളുമായി ആയിരിക്കുന്ന ഇടത്ത്, എല്ലാ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഉറങ്ങുന്ന സമയത്ത് ചില പിതാക്കന്മാരുടെ ഹൃദയം നീറുന്ന വേദനയോടുകൂടി കണ്ണുനീരിനെ ഒഴുക്കിക്കൊണ്ട് നാളെയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്താഗതത്തോടെ കഴിഞ്ഞുകൂടിയതല്ലേ. Some parents really cried out to the Lord. ദൈവത്തോട് ആഴമായി നിലവിളിച്ച മാതാപിതാക്കള്, they didn't have anything in their bank account. ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ they didn't know how to go another day. ഒരു ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. Hallelujah, God provided. അവിടെയാണ് ദൈവം
നൽകിയത്. Amen. What is in the ark is to a message to the next generation. We are here because of our God. നിയമപെട്ടകത്തിനകത്തുള്ളത് കാണിക്കുന്നത് യുവതലമുറകളോട് വിളിച്ചു പറയുന്ന ചില സാക്ഷ്യങ്ങളാണ്. Amen. God is wonderful. അത്ഭുതകരമായ ദൈവത്തെയാണ് വിളിച്ചു കാണിക്കുന്നത്. That is the God you are serving. ഞാനും നിങ്ങളും ആ സേർവ് ചെയ്യുന്ന ദൈവം ആ ദൈവമാണ്. Hallelujah. Glory to God. Thank you, Jesus. Amen. We should have something. Amen. In the ark of God, it is so special. I tell you that we should have something in our life that to kind of always speak to us and remind us of our past. നാനും നിങ്ങളുമായിരിക്കുന്ന ജീവിതത്തിൽ നമുക്കും ഇങ്ങനെ നമ്മളോട് വിളിച്ചു പറയാൻ, നമ്മുടെ ദൈവങ്ങളോട് വിളിച്ചു പറയാൻ ചിലതൊക്കെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുണ്ടായിരിക്കണം. Amen. Let me tell you deliberately what I do in my personal life. എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Amen. In my office, work office, in the right side of my chair, my old Bible is there. ഞാൻ ആയിരിക്കുന്ന എന്റെ ഓഫീസിൽ എപ്പോഴും എന്റെ ഈ പഴയ ഈ പുസ്തകം, എന്റെ ബൈബിൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കും. And when I accepted Jesus Christ, at that time I got a Bible, a Malayalam Bible. That is a precious treasure for me. It's torn apart, the cover God, but I know all of that. But it doesn't matter. It is on my right side over there. എനിക്ക് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് എന്റെ മലയാളം ബൈബിള്. ഒരു പക്ഷെ അത് കീറിയതായിരിക്കാം, അത് ചുളുങ്ങിയതായിരിക്കാം, എങ്കിലും ഞാൻ ആയിരിക്കുന്ന ഇടത്തെ എപ്പോഴും എന്റെ വലതുവശത്തായിട്ട് ഞാൻ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. Two reasons to keep it over there. രണ്ട് കാരണമുണ്ട് ഞാൻ ഇത് സൂക്ഷിക്കുവാൻ. Every time when something I know, Amen, this war my God brought me. Amen. And it is something to speak to me always. Amen. എന്തെങ്കിലും സംഭവങ്ങൾ വിഷമങ്ങൾ കാണുമ്പോൾ ഇത്രത്തോളം എന്നെ ദൈവം കൊണ്ടുവന്നു എന്ന് അതിൽ കൂടി എന്നോട് ഓർമ്മിപ്പിക്കുന്ന ഒരു അവസ്ഥ. Second thing, I'm sitting on a chair of authority, but always reminds me there is a greater authority above me. ഞാൻ ഒരു അധികാര കസേരയ്ക്കകത്തിരിക്കുമ്പോഴും അത് നോക്കി പറയും, എന്നിലും അധികാരമുള്ളവൻ ഒരുവൻ മുകളിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. He watches me, he watches my action, he watches everything that I do. Every time I turn around, I feel the presence of God continuously speaking to me. എന്റെ ദൈവം എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ആ പുസ്തകത്തെ നോക്കുമ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു. I have 3 wall paintings on my walls. എന്റെ 3 ചുവരുകളിൽ 3 തരത്തിലുള്ള പെയിന്റ് ഉണ്ട്. I particularly pick those things. All 3 of them are farm lives portrayed, farm pictures. ഫാം കൃഷിയിടങ്ങളിലുള്ള ആ ഒരു പോർട്രേറ്റ്, ഒരു ചിത്രമാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. All 3 walls, when I look every day in the office, it reminds me where I came from. ഞാൻ ആ ചുവരുകളെ നോക്കിയിട്ട് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന ചുവരുകൾ എന്നോട് വിളിച്ചു പറയുന്നത് എനിക്ക് തോന്നുന്നു. I don't want to forget my past. എന്റെ കഴിഞ്ഞകാല ജീവിതം എനിക്ക് മറക്കണ്ട. In my home office, I have something very unique I keep over there. എന്റെ ഭവനത്തിലായിരിക്കുന്ന ഓഫീസ്, അവിടെ ഞാൻ പ്രത്യേകതയായി ചിലതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. A wicker table lamp over there, and in old time there is 2 of them. One is our Malayali people know Randall. Praise God. A small light, kerosene light. എന്ന് പറയുന്ന ചില ഒരു കാര്യം ഞാൻ അവിടെ എന്റെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. It always remind me that was my past. There was a time that I had to clean up those things, and that's where I put in my table and studied with that light. റാന്തൽ വിളക്ക് കാണുമ്പോഴാണ് എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അത് ഉപയോഗിച്ചാണ് ഞാൻ അത് പഠിച്ചിരിക്കുന്നതെന്ന് എന്നോട് വിളിച്ചു പറയും. Even if nobody asks, I just want to remind myself. എനിക്ക് അത് കാണുമ്പോൾ അത് എന്നെ തന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുണർത്തുന്ന ചില കാര്യമാണ്. It humble me more. അത് എന്നെ കുറച്ചും കൂടെ ദൈവസന്നിധിയിൽ താഴുവാൻ ഇടയാക്കുന്നു. That is the purpose that God put this in the ark. അതാണ് ദൈവം ഈ പെട്ടകത്തിൽ ഇതിനകത്ത് ഈ തളികയ്ക്കകത്തും ഇതിട്ടത്. For the next generation to know what a God we serve. നാം ആയിരിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം എങ്ങനെയായിരിക്കണം അടുത്ത തലമുറയും അത് തിരിച്ചറിയണം. For the next generation to know that God is the one brought us. He is the one provided in the wilderness. So many challenges. He was with us. He proved us. He kept us. മുമ്പിലുള്ള വെല്ലുവിളികളുടെ നടുവില്, പ്രശ്നങ്ങളുടെ നടുവില് നമ്മളെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു എന്ന് ഈ ജനം, ഈ യൗവനക്കാരത് തിരിച്ചറിയണം. Praise God. Hallelujah. So this ark, a little bit picture of the ark. We will kind of go later on with something. Now what is the speciality of this ark. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ പെട്ടകത്തിന്റെ പ്രത്യേകത എന്ന്. The God comes on the mercy seat of this ark
and his presence is there. അതിന് മുകളിലുള്ള കൃപാസനത്തിന് മുകളിലാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. So precious objects are kept in this ark. വളരെ പ്രത്യേകമായ മൂല്യതയേറിയ ഒന്നാണ് ഈ പെട്ടകത്തിനകത്ത് ആയിരിക്കുന്നത്. And now we read now the ark of the Lord was in the country of Philistines for 7 months. 7 മാസമായി ഫിലിസ്ത്യ ദേശത്ത് ഈ പെട്ടകമായിരിക്കുന്നുവെന്ന് 6-ാം അധ്യായത്തിൽ And they are now asking, what shall we do with this? ഈ പെട്ടകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആ ജനം വിളിച്ചു ചോദിക്കുന്നു. Brothers and sisters, this morning there is naturally a question can come from this. സാധാരണമായി നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഉണ്ടാകാം. What is ark? Why is this ark in the Philistine territory? എന്താണ് ഈ പെട്ടകം എന്തുകൊണ്ട് ഫിലിസ്ത്യ ദേശത്തായി പോയിരിക്കുന്നു? Philistines is a pagan country. ജാതീയ ദേശമായിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ. This ark should not be there. ഒരിക്കലും ഈ പെട്ടകം അവിടത്തേക്ക് ആ ദേശത്തെ ഉൾക്കൊള്ളാൻ ഉണ്ടാവാൻ കഴിയത്തില്ല. It should have been in Israel, in the chosen place. തിരഞ്ഞെടുക്കപ്പെട്ട വർഗമായി ഇസ്രായേലിന്റെ ഇടത്തല്ല ഈ പെട്ടകം ഇരിക്കേണ്ടത്. But now it is in the pagan place. It is with the pagan people. ജാതീയ വിഗ്രഹങ്ങളെ ജാതീയ ആൾക്കാരുടെ നടുവിലല്ലേ പെട്ടകം ഇപ്പോൾ ആയിരിക്കുന്നത്. Something that which the Israelites people should have cherished and embraced and kept it so precious now is in the hand of the enemy. അമൂല്യമായി ഒന്നുള്ളത് തന്നോട് മാറോട് ചേർത്തണച്ചുകൊണ്ട് നടക്കുന്ന പെട്ടകം എന്ന ശത്രുവിന്റെ പാളയത്തിലല്ലേ ആയിരിക്കുന്നത്. Hallelujah, glory to God. And let's look at something. What happened? Why it ended up over there? എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ പെട്ടകം അവിടെ അവസാനിച്ചോ നമുക്ക് നോക്കാം. Chapter 4 onwards, let's take a look. 4-ാം അധ്യായം തൊട്ട് നമുക്ക് അതിനകത്ത് നോക്കാം. Now the Philistines and the Israelites always had war. എപ്പോഴും ഫിലിസ്ത്യരും ഇസ്രായേലുമായിട്ട് എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. And now chapter 4 we read the Israel went out to the battle with the Philistines. ഫിലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ ഇറങ്ങുന്നതായിട്ട് കാണുന്നു. And they went to the place called Ebenezer. എബെനെസർ എന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പാളയം ഇറങ്ങുന്നു. And you all heard and you all know what the word Ebenezer means. എന്താണ് എബെനെസറിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Ebenezer means God helped us this far. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിൽ നിന്നാണല്ലോ എബെനെസർ വരുന്നത്. At that place of Ebenezer, ആ സ്ഥലത്തിൽ ആയിരിക്കുന്നു. That's where they're starting a war. അവിടെയാണ് യുദ്ധത്തിനായിട്ട് ഇസ്രായേൽ ജനം വരുന്നത്. And we read in the chapter verse 2. 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. The Philistines put themselves in battle array against Israel, and when they joined the battle, Israel was defeated by Philistines. ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു പരന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റുപോയി. And 4,000 men got killed. 4000 പേരാണ് അവിടെ മരിച്ചു വീണത്. The place of Ebenezer. എബെനെസർ എന്ന ഒരു സ്ഥലം. The place that God helped us this far. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്ന ആ ദേശത്തിന്റെ അകത്ത് there is a battle. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. Praise God. At that battle they are completely defeated. അവിടെയാണ് ആ യുദ്ധത്തിനിടയിലാണ് അവർ മൊത്തമായി തോറ്റുപോയ അവസ്ഥ. In that battle their great 4,000 men they lost. 4000 പേരാണ് അവിടെ പട്ടുപോയതായി കാണുന്നത്. Child of God, this morning I want to remind you. ഒരു കാര്യം കൂടി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചുണർത്തട്ടെ. You may have an Ebenezer where God helped you in the past. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരു എബെനെസറിന്റെ അനുഭവം ഉണ്ടായിരിക്കാം. But that very place you may have a further battle. ആ സമയത്തും നിങ്ങൾക്ക് ഒരു യുദ്ധത്തിന്റെ അവസ്ഥയും ചിലപ്പോൾ വന്നേക്കാം. In your place that you are not always completely free of any battle. ഏതൊരു സ്ഥലത്താണെങ്കിലും നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മാറുന്നില്ല. No, the place of Ebenezer, you probably may be in the Ebenezer, but still in that place you will have battle. എബെനെസറിന്റെ ഒരു അനുഭവത്തിലാണെങ്കിലും അവിടെയും യുദ്ധത്തിന്റെയും ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. You may experience a defeat there. നിങ്ങൾക്ക് അവിടെ ഒരു തോൽവി അനുഭവിച്ചിരിക്കാം. But look at verse 3. 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ when the people had come into the camp, the Israelites after the defeat they came into their own homes. തോറ്റുപാളയത്തിനകത്തേക്ക് വീണ്ടും അവർ കടന്നു വന്നപ്പോൾ and they immediately the elders came together and asked this question. ഇസ്രായേൽ മൂപ്പന്മാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. Why the Lord defeated us today before the Philistines? ഇന്ന് യഹോവ ഫിലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? That's a good examination. Why
the Lord allowed the Philistines to kind of defeat us. അവിടെ ഒരു തോൽക്കുമാറാക്കിയപ്പോൾ സ്വയം ശോധന, നല്ലൊരു സ്വയം ശോധനയുടെ ഒരു ഉദാഹരണമല്ലേ അവിടെ. This is a very important in our journey that sometimes in our spiritual life when we experience a failure or defeat, it is a good thing that we ask ourselves, even if somebody else not, but ourselves ask, why Lord this defeat in my life? ഇങ്ങനെ ജീവിതത്തിന്റെ ദൈനംദിന യാത്രയിൽ തോൽവി അനുഭവിക്കുമ്പോൾ, വെല്ലുവിളികളുടെ സമയത്ത് മറ്റുള്ളവരെ നിങ്ങളോട് ചോദിച്ചില്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലത് തന്നെ. Individuals, family, as church, at the place of Ebenezer we might experience defeat. വ്യക്തിപരമായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ഒരു പക്ഷേ നമ്മൾ ആയിരിക്കുന്ന എബെനേസറിന്റെ അനുഭവത്തിൽ ചിലപ്പോൾ തോൽവി വരും. God once helped us and God was there, God's presence was there. Amen. But there are times that at the same place we may have a different experience. ദൈവം സഹായിച്ച ഇടത്ത് അവിടെ മറ്റൊരു സ്ഥാനം, ഒരു പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. A self examination is very appropriate at that time. ഈ സമയങ്ങളിലൊക്കെ ഒരു സ്വയം ശോധന ഏറ്റവും അത്യുത്തമേറിയതാണ്. And then when they asked the question, then they came to a conclusion immediately. ഇങ്ങനെ ഒരു സംഗ്രഹത്തിൽ ഇങ്ങനെ എത്തിയിരിക്കുന്നു. Verse 3 they said, let us bring the ark of covenant of the Lord from Shiloh to us. ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ ഇടയിൽ കൊണ്ടുവരിക. And it says that when it comes among it may save us from the hand of the enemy. വീണ്ടും വായിക്കുന്നത്, നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. Something very important, pay attention. വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണമായി. It's not saying it's ark it. Sadhanam, that if that ark if it comes here, it may save us. അത് നമ്മുടെ ഇടയിൽ വന്നാൽ അത് നമ്മെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. Their concept of the ark got changed. അവരുടെ ആ പെട്ടകത്തിനെ പറ്റിയുള്ള ചിന്താഗതി മാറിയിരിക്കുന്നു. The ark was the presence of God who comes on the mercy seat. ആമേൻ. കൃപാസനത്തിന് ആർക്ക് പെട്ടകത്തിനുമുള്ള കൃപാസനത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. They want to say, let's bring the Lord God into our battle, instead of saying, let's bring it, the ark, as if that object is going to do something for them. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ വരട്ടെ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിയമപ്പെട്ടകം ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നാൽ രക്ഷിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം, അവരുടെ മനസ്സ് മാറിയിരിക്കുന്നു. That was a very gross mistake. അവിടെ ഒരു വലിയൊരു തെറ്റാണ് അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരുന്നത്. For a problem like that, they know the God's presence, if it is not there, something they defeated. For a spiritual problem, we should not bring a logical solution. നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്ന ആത്മീയ തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ബുദ്ധിപരമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുവാൻ you and me and all of us can fall into this trap. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കെണിയിൽ അകപ്പെടാൻ ഇടയുണ്ട്. It is good thing that we do a self examination. നമ്മളെപ്പോഴും ഒരു സ്വയം ശോധന ചെയ്തു തന്നെ പോകുന്നത് നല്ലത് തന്നെ. But in the self examination that we come to the wrong solutions. സ്വയം ശോധന ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇടയുണ്ട്. They said, let's bring the ark over here. നിയമപ്പെട്ടകം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. They were thinking that as a very an object, it is like a lucky charm thing type, bring it over here and he's going to do that one. അവർ ചിന്തിക്കുന്നത് എന്തോ ഒരു ഭാഗ്യപ്പെട്ടകമാണ്, അത് അവിടെ കൊണ്ടുവന്നാൽ അവരെല്ലാത്തിനും ജയിക്കുമെന്ന് വിചാരിച്ചു. Brother and sister, we should not be that way. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ നാം നിങ്ങളും പോകരുതേ സഹോദരാ. Don't mix up the spiritual things with the material things and come up with a solution that is apart from God. ആത്മീയ ഭൗതികം കൂട്ടിക്കിഴച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു തീരുമാനത്തിൽ എത്തുവാൻ ശ്രമിക്കരുത്. The right thing should have been fall at the feet of God and say, Lord, why you allowed us to fail? അവൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീണുകൊണ്ടിട്ട് ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ട് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു? If God said to take my ark, then they should have done it. പെട്ടകം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ ദൈവം പറഞ്ഞെങ്കിൽ അവരത് അനുസരിക്കണമായിരുന്നു. There were times when the ark went, there were miracles
miracle happen, I will come to that one. But this time God did not say that to take the ark. ആമേൻ. ഇവിടെ ദൈവം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പെട്ടകം പോയിടത്ത് ചില വിജയങ്ങൾ നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നീട് പറയാം. So they brought the ark over there. അവിടെ ആ പെട്ടകം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. Amen. The presence of God should have been on the ark. അവിടെ ആ ദൈവത്തിന്റെ സാന്നിധ്യം അതിനകത്ത് ഉണ്ടാവേണ്ടതാണ്. Psalms 80 verse 1 and 91 verse 1 it says in the midst of that cherubim on the mercy seat the glory of God is coming. സങ്കീർത്തനം 90ലും 100ലും ഇങ്ങനെ വിളിച്ചു പറയുന്നത് കെരൂബുകളുടെ മീതെ യഹോവയുടെ സാന്നിധ്യമുണ്ട്. Amen. That is the presence of God. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. But now because of their wrong decision അവൻ തെറ്റായ തീരുമാനം കൊണ്ട് they brought the ark from Shiloh. ശീലോഹിൽ നിന്ന് പെട്ടകം അവിടേക്ക് കൊണ്ടുവരുന്നു. Then that is to make it even worse. You know who are the people who brought that ark? ആരാണ് ആ പെട്ടകം അവിടേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? The two sons of Eli, the Phinehas and Hophni. ഫിനെഹാസും ഹൊഫ്നി എന്ന് പറയുന്ന രണ്ട് ഏലിയുടെ രണ്ട് പുത്രന്മാർ. They were the evil characters. ദുഷ്ടതകളുടെ നടുവിൽ കൂടി നടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ. They had no right to even get closer to that ark. അതിനകത്തേക്ക് ഒന്ന് പോകുവാൻ പോലുമുള്ള ഒരു അവകാശമില്ലാത്ത കുഞ്ഞുങ്ങൾ. Amen. Praise God. But they are the one bringing that. അവരാണ് ഈ പെട്ടകവും എടുത്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. They brought the ark over there. അവിടേക്ക് ആ പെട്ടകവുമായി വരുന്നു. Hallelujah. Verses. Now we see 4 onwards. 4ാം വാക്യം തൊട്ട് കാണുമ്പോൾ and the ark of God, the thing came into, and the Israel, the Philistines kind of heard something happened, because when the ark came, the people, the Israel people, so much joy and they shouted out loud. ആമേൻ. പെട്ടകം അവരുടെ നടുവിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനം ഇത് കൊണ്ട് ആർപ്പിടുവാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ ഫെലിസ്ത്യർ കുലുങ്ങുവാൻ തുടങ്ങി. I mean, it says as if like the earth was shaking. There was such a great joy. ഭൂമി കുലുങ്ങുമാറാത്ത കണ്ണാണ് അവർ അതിനെ സന്തോഷിച്ചത്. And all of a sudden the Philistines says, what happened over എന്ത് there? സംഭവിച്ചു എന്ന ഫിലിസ്ത്യർ ചോദ്യവുമായി വന്നപ്പോൾ So they kind of came to know the ark came over there. അവിടെ ആ പെട്ടകം വന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. Verse 6 it says the Philistines inquired and found out the ark has come. Verse of chapter 4 verse 7 we read like this. 7ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. The Philistines were so afraid. അവർ വളരെ പെട്ടകം വന്നപ്പോൾ അവർ വളരെ ഭയപ്പെട്ടിരുന്നു. The Philistines were so afraid of this ark. ആ പെട്ടകത്തെ നോക്കി ഫിലിസ്ത്യർ ഭയത്തോടെ ഇരിക്കുന്നെങ്കിൽ I mean they said the God of Israel came into the camp. ഇസ്രായേലിന്റെ ദൈവം അവിടെ ക്യാമ്പിലെ പാളയത്തിലേക്ക് വന്നു. Woe to us. അയ്യോ നമുക്ക് കഷ്ടം. Who can deliver us from this? ഇതിനകത്ത് ഈ സാഹചര്യത്തിൽ നിന്ന് ആർക്ക് ഞങ്ങളെ ഒന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ കഴിയും? Oh, when I started meditating this, I don't know about you, I spent a lot of time over there. ആമേൻ. ഈ ഭാവത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒത്തിരി സമയം ഞാൻ ഇതിനകത്ത് ചെലവഴിച്ചു. I started look at the concept of the known children of God, the pagan people. They have a better understanding of the ark than the children of ആമേൻ. God. ഇസ്രായേൽ പുത്രന്മാരെ കാട്ടിലെ ജാതീയ പുത്രന്മാർ ജാതികൾക്ക് ദൈവത്തെ പറ്റി അത്രമാത്രം ആഴമേറിയ ഗ്രാഹ്യം ഉണ്ടായിരിക്കുന്നു. First thing said they've got fear of God. ഒന്ന് അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു. Oh, this is where we need to come. What happened, church? We lost the fear of God. ഇന്നായിരിക്കുന്ന സഭകളിൽ പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഭയഭക്തി ഇല്ലാതെയായിരിക്കുന്നു. Amen. Even the Gentile people, when they come into their church compound, I have seen they will kind of put out their things, the cigarette or things outside and say, this is at least the temple of God, the church, we cannot go that way. ജാതികൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിൽ ഇത് വിശുദ്ധ സ്ഥലമാണല്ലോ, അവർ ആ സിഗരറ്റ് എടുത്തു കളഞ്ഞിട്ടായിരിക്കും, ദൂരെ കളഞ്ഞിട്ടായിരിക്കും ഇതിനകത്തേക്ക് കടക്കുന്നത്. They have a fear. അത്രമാത്രം ഭയത്തോടു കൂടിയാണ് അവർ ഇത് കാണുന്നത്. But what happens into our churches these days? ഇന്ന് ഈ നാളുകളിലെ സഭകളിൽ ഇപ്പോൾ എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? Our generation don't have the fear of God. ഈ ആയിരിക്കുന്ന തലമുറകൾക്ക് ദൈവത്തെ പറ്റിയുള്ള ഒരു ഭയമില്ലാത്ത അവസ്ഥ. Others fear God more. മറ്റുള്ളവർ ദൈവത്തെ ഭയഭക്തിയോട് കാണുമ്പോൾ Even look at the conventions or prayer meetings or anything, I feel like we the people are losing the fear of God. കൺവെൻഷനുകളും മറ്റു പലതും കാണുമ്പോൾ നാം ആയിരിക്കുന്ന ഈ സമൂഹമാണ് ദൈവത്തെ സ്നേഹിക്കാതെ ഭയപ്പെടാതെ മുമ്പോട്ട് ഓടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. Other
other people have best understanding. They said the ark of God is something to be fearful of. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന പെട്ടകം ചിലതൊക്കെ ഭയപ്പെടുവാനുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞ് ഭയത്തോടായിരിക്കുന്ന പല They ജനങ്ങളും acknowledge the power. അവർ ആ പവറിനെ, ആ ശക്തിയെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. Then another thing. മറ്റൊരു കാര്യം കൂടി വിളിച്ചു പറയുന്നു. Verse 8, the Philistines said something. ഇങ്ങനെയാണ് അവർ ഫലിസ്ത്യർ പിന്നെ രണ്ടാമതും പറയുന്നത്. They said, who will deliver us from these gods? And they said, these are the gods who struck the Egyptians with all the plagues in the wilderness. മിസ്രൈം രണ്ടാമത് പറയുന്നു, മിസ്രൈമിലെ മരുഭൂമിയിൽ സകലവിധ ബാധകളാൽ ബാധിച്ച ദൈവവും ഇത് തന്നെ എന്ന് അവർ വിളിച്ചു പറയുന്നു. The Philistines had a better understanding of the God of Israel. ആമേൻ. ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റി ഫിലിസ്ത്യർക്ക് നല്ല ആഴമേറിയ ജ്ഞാനമുണ്ടെന്ന് കാണിക്കുന്നു. That is the saddest thing. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. This morning, that's where I probably want to conclude here, because I didn't know how far I can go. But look at this one. When someone look at us, and if they think that we, the children of God, are much weaker in our knowledge, which are weaker in our spiritual life, what about how does that look? മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോഴും നമ്മൾ ദൈവ പൈതലാണെന്ന് കാണുമ്പോഴും നമ്മളെന്നാൽ ആത്മീയമായി വീക്കായിട്ട് ബലഹീനരായി മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? Few weeks back, there was a powerful message in one of the zone meeting. സോണൽ മീറ്റിംഗിൽ കഴിഞ്ഞ ആഴ്ച ചില ആഴ്ചകൾക്ക് മുമ്പ് സോണൽ മീറ്റിംഗിൽ ചില ഒരു വചനം ദൂത് ഞാൻ കേട്ടു. The question was, what if the worldly people do better than the people in the church when it comes to spiritual things? ആത്മീയ കാര്യങ്ങളിലേക്ക് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഉപരിയായിട്ട് മറ്റുള്ളവർ അനാത്മീയർ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? What if the worldly person has more humility than the church person? സഭയ്ക്കകത്തുള്ള വിശ്വാസികളെക്കാട്ടിൽ മറ്റുള്ളവർക്ക് അനാത്മീയർക്ക് അധികമായി താഴ്മയുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? What if, I'm talking to myself too, what if as a pastor, what if the other people, outside the people work with me, or the people outside, my neighbors, if they have more tolerance, they have more patience, or they have more humility than me? ഒരു ശുശ്രൂഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്നെക്കാട്ടിലധികം സഹനശക്തി, ദയകരുണ അല്ലെങ്കിൽ അവർക്ക് അധികമായി താഴ്മയുണ്ടെങ്കിൽ, the Philistine people had a better understanding of the God of Israel. ഇസ്രായേൽ ദൈവത്തെ പറ്റി ആഴമേറി ആ ഒരു ജ്ഞാനമാണ് ഫിലിസ്ത്യർക്കുണ്ടായത്. They had a better fear of the God of Israel. വളരെ ഭയഭക്തിയോടാണ് ഇസ്രായേലിന്റെ ദൈവത്തെ അവർ കാണുന്നത്. The same people, when they didn't even ask God whether we should bring the ark over here, and they kind of quickly rushed over there, pulled it out of the Shiloh, the tabernacle, the place, and brought it over here by the evil people. When they did all of this thing, the Philistine people are saying, remember what the God of Israel did to the Egyptians in the wilderness. ആമേൻ. ആ ഇസ്രായേൽ ജനമാണ് അവരാണ് ദൈവത്തോട് പോലും ചോദിക്കാതെ പോയി പെട്ടകം എടുത്തുകൊണ്ട് വന്നവരോ ദുഷ്പ്രവർത്തിക്കാരായ മക്കൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അവരാണ് ദൈവത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത്. എന്നാലോ ഫിലിസ്ത്യൻ അനാത്മീയരായവർ ഫിലിസ്ത്യർ പറയുന്നു അവരുടെ ദൈവം ഭയങ്കരമായ ദൈവമാണ്, എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുന്നു. Don't they know who should know about the God of wilderness? Is it the Philistines or these people? ആരാണ് ഇതൊക്കെ തിരിച്ചറിയേണ്ടത്? ഫിലിസ്ത്യരാണോ അതോ ഈ ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി നടത്തിയെടുത്ത ഈ മരുഭൂമിയിലെ ഈ ജനമാണോ, ഇസ്രായേൽ ജനമാണോ ഇത് വിളിച്ചു പറയേണ്ടത്? Let me quickly one more thing and say, and then all of a sudden they came, and there was a battle, and the ark was captured, and ark was taken to Philistines. വീണ്ടും ഫിലിസ്ത്യരുമായിട്ട് യുദ്ധമുണ്ടായിട്ട് ആ പെട്ടകത്തെ ഫിലിസ്ത്യർ ക്യാപ്ചർ ചെയ്ത് എടുത്തുകൊണ്ടിട്ട് അവരവരുടെ ദേശത്തേക്ക് പോകുന്നതായി കാണുന്നു. My first question was, why is the ark in the Philistine territory? ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഫിലിസ്ത്യ ദേശത്ത് ഈ പെട്ടകം വന്നു? Because some of the children of God were not careful, and they did not consult with the God, and they took that thing very lightly, and they brought it to the battlefield, and that ended up with the enemy,
and began to bring shame to the God. ആമേൻ. ദൈവത്തിന്റെ മക്കൾ എന്ന നാമധേയത്തിലായിരുന്നവർ ഒരു ദൈവത്തോട് പോലും ചോദിക്കാതെ എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവസന്നിധിയിൽ അവിടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് അത് ശത്രുക്കൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. Children of God, be very careful what we bring and what we do with the Lord. ആമേൻ. ദൈവവുമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് കൊണ്ടുവരുന്നു, ദൈവവുമായിട്ട് എന്താണെന്നുള്ളത് വളരെ കെയർഫുൾ ആയിട്ടാണ് ഇരിക്കണം We പോകുന്നത്. must be very careful with our God. നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം പോകുന്നത്. Some of the things that God has given to us is, not for rituals. ആമേൻ. ആചാരങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങള്. The ark of God, the presence of God, and then it has the power. And in the coming days, I will show you that one, if God willing. But we should never take rash decisions without asking God. And if we don't get an answer from God, be patiently sit in the presence of God until we get confirmation and guidance. But do not rashly jump into and do something about in our spiritual battle and then make the things worse. ആമേൻ. ആത്മീയ കാര്യങ്ങളെ മുമ്പോട്ട് ഓടുമ്പോൾ തിടുക്കത്തിൽ ഒന്നും ചെയ്തെടുക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ആലോചന ചോദിച്ചുകൊണ്ട് മാത്രം, ആലോചന കിട്ടുവാൻ താമസമെങ്കിൽ വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് അതിന് ക്ലിയർ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് ഓടാവൂ. It will be a shame if one of the believers here, make a better decision by prayer than as a pastor. They might think, he should be the one that need to know this better. ആമേൻ. ഒരു ശുശ്രൂഷകനെക്കാട്ടില് ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ ഇരുന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ തീരുമാനിക്കോ, എന്നെക്കാട്ടിലുപരി ഒരു ശുശ്രൂഷകനാണല്ലോ ഇത് ഞങ്ങൾക്കിരുന്ന് തീരുമാനം എടുക്കേണ്ടത്. The pastor is the one taking the wrong decision. If the believer come to know that one, what a shame it is. The same way, and other person, a weak believer, think a stronger believer, he should have had more prayer. He should have consulted with the God. She should have spent more time before the Lord before jumping into and taking this kind of decision. We should never get to that point. ആമേൻ. ആത്മീയരായ ഒരാളെ നാം ഓരോരുത്തരെ നോക്കുമ്പോൾ അവർ വിളിച്ചു പറയും, നിങ്ങളായിരിക്കണം ഏറ്റവും ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്, നിങ്ങളായിരുന്നു ദൈവത്തോട് ചോദിക്കേണ്ടത്, നിങ്ങളായിരുന്നു ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കേണ്ടതെന്ന് വിളിച്ചു പറയേണ്ടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എത്ര ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. We should never bring shame into our God. നമ്മുടെ ദൈവത്തിന് നിന്ദയാകുവാൻ തക്കവണ്ണം നമ്മൾ when the ark was captured, it was a shame. പെട്ടകം പിടിച്ചപ്പോഴത് ദൈവത്തിന് ഒരു ഷെയിമായി മാറി. The Philistines thought it was so powerful ark, but when they captured it, they knew this ark is not going to do anything. ആമേൻ. പെട്ടകം വളരെ അത്ഭുതമുള്ളത് അധികാരമുള്ളതെന്ന് തിരിച്ചറിഞ്ഞ ഫെലിസ്ത്യർക്ക് അത് ഒരു ബാധയായി മാറിയിരുന്നതാണല്ലോ. Amen. Let us do a self-examination. There are a few things that we said, and I hope you remember.